ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്തത് മറ്റുള്ള ആൾക്കാർക്കായിട്ട് വിട്ടേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ആരൊക്കെയോ നിങ്ങളെക്കുറിച്ചിട്ട് തിരക്കുന്നുണ്ട് എന്ന് കാണാം. അതായത് നിങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ പ്രവർത്തികളും, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് കാണാം. അതും വളരെ രഹസ്യമായിട്ടാണ് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അതായത് നിങ്ങൾ അറിയാൻ പാടില്ല അവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നത്. ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. അതായത് ഒരുപാട് നെഗറ്റീവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലുള്ള, എന്നാൽ അവർക്കിഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവർ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഏതൊക്കെയോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാം. നിങ്ങളുടെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓറയെ കൂടുതൽ സ്ട്രോങ് ആക്കിയത് കാണാം. അതായത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അതായത് എനിക്കിനി ഇത് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റിനെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഈ ഒരു വ്യക്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് കാണുന്നത് ഇന്നർ സ്ട്രെങ്ത് ആണ്. നിങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ജേണി ഒറ്റയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം തിരിച്ചറിയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട്. അതായത് ഞാൻ എന്തിനിവിടെ വന്നു, ഞാൻ ഈ ഭൂമിയിൽ എന്തിനാണ് ജനിച്ചത്, അത് നിങ്ങളുടെ മനസ്സിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു ചോദ്യമാണ് എന്ന് എനിക്കിവിടെ തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തിനീ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു, ഇങ്ങനെ ഈ പ്രോബ്ലംസൊക്കെ എൻ്റെ ജീവിതത്തിൽ വരാനുള്ള ആ ഒരു കാരണം എന്താണ്, എന്നിൽ നിന്നും എന്താണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പോസിറ്റീവായിട്ടുള്ള രീതിയിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതായത് എനിക്ക് എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞു, എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിച്ചു, ഇങ്ങനെയുള്ള രീതിയിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ ഈ വ്യക്തികൾ ഒരാളല്ല, 2-3 വ്യക്തികളുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. ഒരുപാട് പദ്ധതികൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മനഃപൂർവ്വമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് മനഃപൂർവ്വം നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരനാക്കാനാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. പർപ്പസ്ഫുള്ളിയാണ് അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നത്, നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ ഇൻസൾട്ട് ചെയ്യുന്നത്. അതായത് ഇനി നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും, അവിടെയും അവർ മനഃപൂർവ്വം നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങൾ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതായത് ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താലല്ല നന്നാവുന്നത്, ആ ഒരു രീതിയിൽ. അതായത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ഒരു കാര്യം ചെയ്യുന്നത് തെറ്റായതുകൊണ്ടല്ല, പക്ഷേ ഇതിന് ഒപ്പീനിയൻ പറഞ്ഞത് നിങ്ങളായതുകൊണ്ടാണ്. ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞത് നിങ്ങളായതുകൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു രീതിയിൽ ഇടയിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങളെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ മോശമാക്കാം. അതായത് നിങ്ങൾ പറയുന്ന കാര്യം ഒരാൾ പോലും ഫോളോ ചെയ്യാൻ പാടില്ല. നിങ്ങളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ താഴ്ന്നു പോയതുപോലെ അവർക്കൊരു ഫീൽ ഉണ്ടാവും. അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഈഗോ, ഇൻസെക്യൂരിറ്റി, അതാണ് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഈ വ്യക്തിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുക എന്നതാണ്. നിങ്ങളെ മോശക്കാരനാക്കുക, എല്ലാവരേക്കാൾ താഴെയാണ് നിങ്ങൾ എന്ന് കാണിക്കുക, നിങ്ങൾ കുറ്റക്കാരനാണ്, നിങ്ങൾ തെറ്റാണ്. അതായത് നിങ്ങളൊന്ന് ഉയരുന്നതോ, നിങ്ങളുടെ വാക്ക് ആരെങ്കിലും ഫോളോ ചെയ്യുന്നതോ, നിങ്ങളെ മനസ്സിലാക്കുന്നതോ പോലും ഇവർക്ക് താല്പര്യമില്ല. നിങ്ങളെ പർപ്പസ്ഫുള്ളി ഇൻസൾട്ട് ചെയ്യുക, അതാണ് ഇവരുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് തന്നെ അറിയാം നിങ്ങളുടെ വാക്കിൽ ശരിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കും എന്നുള്ളൊരു കാര്യം ഇവർക്ക് തന്നെ അറിയാം. കാരണം നിങ്ങൾ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ട് എന്ന് ഇവർക്ക് തന്നെ അറിയാം. പക്ഷേ നിങ്ങളെ ആരും ആ ഒരു രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നതോ ഫോളോ ചെയ്യുന്നതോ നിങ്ങളുടെ കൺട്രോളിലാകുമോ എന്നുള്ളൊരു പേടിയൊക്കെ തന്നെ ആകാം. അതൊന്നും അവർക്ക് ഇഷ്ടമല്ല.
എപ്പോഴും അവരുടെ കൺട്രോളിലായിരിക്കണം. അല്ലെങ്കിൽ അവർ പറയുന്ന കേട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പാടില്ല. ആ ഒരു രീതിയാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഹീലിങ്ങിൻ്റെയൊക്കെ ഒരു പവർ ഉള്ള വ്യക്തിയാണ്. അതായത് മറ്റുള്ളവരെ ഒന്ന് ഹീൽ ചെയ്യാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് നിങ്ങളോടൊക്കെ സംസാരിച്ചാൽ കുറച്ച് സമാധാനം, സെക്യൂരിറ്റി ഒക്കെ ലഭിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇതങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ലീഡർഷിപ്പായിട്ടുള്ള ആ ഒരു ഗുണങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അത് ഇവർക്കും അറിയാം, നിങ്ങൾക്ക് അതിനൊക്കെ ഉള്ള കഴിവുണ്ട് എന്നറിയാം. പക്ഷേ ആ ഒരു കഴിവ് നിങ്ങൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് ആരെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ താഴെയായി പോവും. ആ ഒരു ചിന്തയാണ്. അവരുടെ കൺട്രോള് പല കാര്യങ്ങളിൽ നിന്നും അവരിൽ നിന്നും പോകും എന്നൊക്കെയുള്ളൊരു ഭയമാണ്. പലപ്പോഴും പല ആൾക്കാരും അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയാൻ വരുന്നത് തന്നെ നിങ്ങളിൽ ആ ഒരു ഗുണങ്ങളുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ഓറയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആ ഒരു രീതിയിൽ ഒരു ഹീലിങ്ങിൻ്റെ എനർജി ആയതുകൊണ്ടാണ്. അതായത് മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കുന്ന ആ ഒരു എനർജി ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഇവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നുന്നുണ്ട്. അതായത് ഇവർ ചെറുതാണ് എന്നുള്ളൊരു തോന്നൽ. നിങ്ങൾ പല ആൾക്കാരുടെയും പല പ്രശ്നങ്ങളിലും ഒരു മീഡിയേറ്റർ പോലെയൊക്കെ നിൽക്കുകയും അല്ലെങ്കിൽ സോൾവ് ചെയ്യാനും അവർക്കൊരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കാനും ഒക്കെ നിങ്ങളിൽ പലർക്കും കഴിഞ്ഞിട്ടുണ്ടാകണം. അത് നിങ്ങളിലുള്ള ആ ഒരു ഗുണമാണ്, നിങ്ങളുടെ ആ ഒരു എനർജിയുടെ ആ ഒരു പവറാണ്, നിങ്ങളിലെ ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് പവറാണ്. അത് ഈ വ്യക്തിക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങളൊന്ന് ഇൻസൾട്ട് ചെയ്താൽ നിങ്ങളൊന്ന് മോശക്കാരനാകുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ താഴുമല്ലോ, നിങ്ങൾ പിന്നെ ഒന്നും പറയില്ലല്ലോ, നിങ്ങളെ മറ്റുള്ളവരാരും ഫോളോ ചെയ്യില്ലല്ലോ എന്നുള്ള ഇവരുടെ ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു പർപ്പസ്ഫുള്ളി, മനഃപൂർവ്വമായിട്ട്, ബോധപൂർവമായിട്ട് അവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇവരുടെ ആ ഒരു കണ്ണെന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒന്നാണ്. ഇവിൽ ഐസ് ഒരുപാട് അവർ നിങ്ങളിലേക്ക് വിട്ടിട്ടുള്ളതായിട്ട് കാണാം. നിങ്ങളെ തന്നെ ഇവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഇവർ അറിയുന്നുണ്ട്. ആ ഒരു അറിയുന്ന രീതി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഏതെങ്കിലും വ്യക്തികൾ വഴിയാണ് നിങ്ങളെക്കുറിച്ച് അവർ അറിയുന്നതെങ്കിൽ ആ വ്യക്തികളോട്, ആ മിഡിലിൽ നിൽക്കുന്ന വ്യക്തികളോട് നിങ്ങളൊന്നും പറയാതിരിക്കുക. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നത് വഴി അത് ആ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ എത്തുകയും ചെയ്യും. അത് നിങ്ങൾക്ക് വളരെയധികം ദോഷമായിരിക്കും. കാരണം നിങ്ങൾക്ക് നല്ല ഒരു കാര്യം നടക്കില്ല. കാരണം ഇവർ അത്രയധികം ഇവരുടെ ഇവിലായി ഭയങ്കര പവറുള്ള ഒന്നാണ്. അതുപോലെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതിനായിട്ട്, നിങ്ങളെ താഴ്ത്തി മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവർ ഓരോ സ്റ്റെപ്സ് എടുത്തതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപ്, നടന്നു കഴിഞ്ഞാലും അധികമൊന്നും പറയണ്ട, ആ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അവരൊക്കെ കണ്ടോട്ടെ. അല്ലാതെ നിങ്ങൾ പറയരുത്. കാരണം നിങ്ങൾക്ക് അറിയില്ല ഏത് വഴിയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്തുന്നതെന്ന്. അവരിലേക്ക് എത്തുന്നത് ആര് വഴിയാണ്, ഏത് വഴിയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നടക്കുന്നതിന് മുൻപേ ഒരു കാര്യങ്ങളും, നല്ല ഒരു കാര്യങ്ങളും നിങ്ങൾ പറയരുത്. അത് ആ ഒരു നസർ അല്ലെങ്കിൽ ആ ഒരു ഇവിലായി നിങ്ങളുടെ പുറത്ത് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള ആ ഒരു ഉന്മേഷം ഉണ്ടാവില്ല. നിങ്ങൾ പിന്നെ ഭയങ്കര ലേസി ആയിട്ടായിരിക്കും, നിങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. അതായത് പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ വിചാരിക്കുക എന്താ എത്ര പെട്ടെന്ന് എനിക്ക് പറ്റിയേ. നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കാം, നിങ്ങൾക്ക് ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോകാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യങ്ങൾ, നിങ്ങളെ ലക്ഷ്യബോധത്തോടെ നിങ്ങൾ ചെയ്യുന്ന ഒരൊറ്റ കാര്യങ്ങൾ ഒരു മനുഷ്യനോട് പറയരുത്. അത് നിങ്ങളുടെ ലക്ഷ്യങ്ങളാണ്, നിങ്ങൾ തന്നെ ഇരിക്കട്ടെ. അത് റിസൾട്ട് വരുമ്പോൾ ആൾക്കാർ കണ്ടോട്ടെ, അത് പ്രശ്നമില്ല. കാരണം ഇവർ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ നെഗറ്റീവായിട്ടുള്ള എനർജീസ് നിങ്ങളിലേക്ക് വിടുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കണ്ണ്, ഇതെല്ലാം നിങ്ങൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും പറയരുത്. ഇവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ മനഃപൂർവ്വമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരനാക്കാനാണ് ശ്രമിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ഇത് ഒരാളല്ല, 2 or 3 വ്യക്തികളുണ്ട്. ഇവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ നല്ല ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ വന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അവരുടെ ഉദ്ദേശം നിങ്ങളെ മോശക്കാരനാക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർക്കുക, നിങ്ങളെ നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്യുക, നിങ്ങളെ വില കുറച്ച് കാണിക്കുക. നിങ്ങൾ ഉയരാൻ പാടില്ല, നിങ്ങൾ ആരുടെ മുമ്പിലും നല്ലതാവാൻ പാടില്ല, അവരുടെ കീഴെ നിങ്ങൾ നിൽക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടാകാം.
അതായത് നിങ്ങൾ ഫോക്കസ് ആയിട്ട് നിങ്ങളുടെ കരിയറിലൊക്കെ ശ്രദ്ധിച്ച് ചെറിയ ചെറിയ സക്സസ്, ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നതായിരിക്കാം. പക്ഷേ ഈ വ്യക്തികൾ നിങ്ങളുടെ മേൽ വളരെയധികം അസൂയ ഇവർക്ക് വന്നിട്ട് അവർ നിങ്ങളുടെ ഇടയിലോട്ട് അവരുടെ ആ ഒരു കണ്ണ്, അവരുടെ ആ ഒരു ഇവിലായി വിടുകയാണ് ചെയ്തത്. അവിടെ നിങ്ങളുടെ പല കാര്യങ്ങളും സ്റ്റക്കായി. അത് ഉദ്ദേശിച്ച് തന്നെ ആവണം അവർ ആ ഒരു ഇവിലായി വിട്ടതും എന്നിവിടെ കാണാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരിക്കൽ ഒരു സിംഹം കുറുക്കനോട് പറയുകയാണ്, നീ എനിക്ക് ആഹാരം കൊണ്ടുവാ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിന്നെ പിടിച്ച് കഴിക്കുമെന്ന്. അപ്പോൾ പെട്ടെന്ന് കുറുക്കൻ ഒരു കഴുതയെ കണ്ടു. ആ കഴുതയോട് കുറുക്കൻ പറയുകയാണ്, നീ എൻ്റെ കൂടെ വന്നാൽ സിംഹരാജൻ പറഞ്ഞു നിന്നെ രാജാവാക്കാമെന്ന്. അങ്ങനെ ഈ ഒരു കഴുത ഈ ഒരു കുറുക്കൻ്റെ കൂടെ പോവുകയാണ്. ഈ ഒരു കഴുതയെ കണ്ടതും സിംഹം ഉടനെ അതിനെ അങ്ങ് ആക്രമിക്കുകയാണ്. ആക്രമിച്ച സമയത്ത് നമ്മുടെ ഈ കഴുതയുടെ ഒരു ചെവി ഇളവിപ്പോയി. എന്നിട്ട് കഴുത രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് കുറുക്കൻ പുറകെ പോയിട്ട് കഴുതയോട് പറയുകയാണ്, നിന്റെ തലയിൽ ഈ ഒരു കിരീടം വെക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ചെവി ഇല്ലാത്തതാണ് നല്ലത്, അതുകൊണ്ട് നീ വീണ്ടും വാ. അങ്ങനെ വീണ്ടും കഴുത സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയി. വീണ്ടും സിംഹം ഈ ഒരു കഴുതയെ ആക്രമിക്കുകയാണ്. ആക്രമിച്ചു, അതിൻ്റെ വാല് കട്ടായിപ്പോയി. അപ്പോൾ വീണ്ടും കുറുക്കൻ പറയാണ്, ഇനിയിപ്പോൾ നിനക്ക് ഈ ഒരു രാജസിംഹാസനത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാലില്ലാത്തതല്ലേ നല്ലത് എന്ന്. വീണ്ടും അത് വിശ്വസിച്ച്, ഈ ഒരു കുറുക്കൻ്റെ വാക്കുകൾ വിശ്വസിച്ച് വീണ്ടും ഈ ഒരു കഴുത സിംഹത്തിൻ്റെ അടുത്ത് പോയി. ആ ഒരു സമയത്ത് ഈ ഒരു സിംഹം ആ ഒരു കഴുതയെ കൊന്നുകളയാണ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു കുറുക്കൻ ഈ ഒരു സിംഹത്തിന് അതിൻ്റെ ലങ്സും ലിവറും ഒക്കെ കൊണ്ടു കൊടുത്തു. അപ്പം സിംഹം ചോദിക്കുകയാണ്, എവിടെ ഇതിൻ്റെ ബ്രെയിൻ എന്ന്, അതായത് തലച്ചോറ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കുറുക്കൻ പറയുകയാണ്, ഇതിന് തലച്ചോറുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ വാലും അതുപോലെ അതിൻ്റെ ചെവിയും പോയപ്പോൾ അതിനുശേഷം പിന്നെ നിൻ്റെ അടുത്ത് വരില്ലായിരുന്നല്ലോ എന്ന്. അതുപോലെയാണ് മറ്റുള്ള വ്യക്തികളും. നമ്മുടെ ചുറ്റും നിൽക്കുന്ന മറ്റുള്ള വ്യക്തികൾ വളരെയധികം കൗശലത്തോടു കൂടി, വളരെയധികം ക്രൂവലായിട്ടുള്ള ഒരു മനസ്സോടുകൂടി, അല്ലെങ്കിൽ വളരെയധികം നമ്മളെ താഴ്ത്തിക്കെട്ടാം, അല്ലെങ്കിൽ നമ്മളെ ഉപയോഗിക്കാം, നമ്മളെ കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം, അവരെ തന്നെ പുഷ്ടിപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. 1-2 തവണ നമുക്ക് ഒരാളിൽ നിന്നും അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അങ്ങോട്ട് പോവേണ്ട ആവശ്യമുണ്ടോ? ഓരോ വായിൽ നിന്നും വരുന്ന മധുരമുള്ള വാക്കുകൾ സത്യമാവണമെന്നില്ല. അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഉപദേശിക്കുന്ന വ്യക്തികളും നല്ല ഉദ്ദേശത്തോടെ ആണോ എന്നില്ല നിങ്ങളെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, അതിൽ വ്യക്തത വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഒട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ബൗണ്ടറീസ് വെക്കുക. അവരുമായിട്ട് അധികം നിങ്ങൾ കൂട്ടുകൂടാൻ പോവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മെൻ്റൽ പീസിനെക്കാട്ടും വലുതായിട്ട് മറ്റൊന്നുമില്ല. നമ്മളെ ഒരിക്കലും ആർക്കും ഉപയോഗിക്കാനായിട്ട് വിട്ടുകൊടുക്കാതിരിക്കുക. നമ്മളെ തന്നെ ഒരുപാട് വാല്യൂ കൊടുക്കുക. കാരണം നമ്മളെ വില വെച്ചാൽ മാത്രമേ നമുക്ക് ചുറ്റും നമ്മളെ വില വയ്ക്കുന്ന വ്യക്തികളെ നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് തന്നെ നമ്മളോടൊരു വിലയില്ലെങ്കിലോ? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ നമ്മളിൽ പലരും പല വ്യക്തികളുടെ പുറകെയും വളരെയധികം ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം എന്നുള്ള രീതിയിൽ നമ്മൾ കാല് പിടിച്ച് വരെ പോകാറുണ്ട്. പക്ഷേ ഇതേ സ്നേഹം നമ്മൾ നമുക്ക് തന്നെ കൊടുത്താലോ? ഈ വ്യക്തികൾ, അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് തരുന്ന വ്യക്തികൾ നമ്മളിലേക്ക് വരും. അത് നമ്മളിൽ പലരും മറന്നു പോകുന്നൊരു കാര്യമാണ്. പേഴ്സണൽ റീഡിങ്ങും ഹീലിങ്ങും ആവശ്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. സർവശക്തൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.